നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് പൗഡറാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഫേസ് വാഷൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് വാഷ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ഒക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് പൗഡറാണ്. പിന്നെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് വാഷ് പൗഡറാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എത്ര തവണ യൂസ് ചെയ്യണമെന്നും അതേപോലെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിത് കാണാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ഫേസ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു 3 സ്പൂൺ ഓട്സ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എമൗണ്ട് കൂട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ എമൗണ്ടിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ്. 2 ബദാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ല എങ്കിൽ ബദാം എടുക്കേണ്ട കാര്യമില്ല, ബദാം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബദാം യൂസ് ചെയ്യുകയാണെങ്കിൽ ബദാം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡ്രൈനസ് മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളിത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് മിക്സ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 2 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞളാണ്. ഇതും ഞാൻ പച്ചമഞ്ഞൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്, അല്ലാതെ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല. അപ്പം മഞ്ഞൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് മഞ്ഞൾ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾ ഇടുമ്പോൾ ഒരു 1/2 സ്പൂണോ 1/4 സ്പൂണോ മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇതൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് വാഷ് പൗഡർ. ഇത് നമുക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യണമെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബോട്ടിലിൽ ഇട്ട് എയർ ടൈറ്റായിട്ട് ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1 സ്പൂൺ ഫേസ് വാഷ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും പൗഡർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല, കയ്യിലൊന്നും ഇല്ല എങ്കിൽ വെറും വെള്ളത്തിൽ നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാലാണ്. തിളപ്പിക്കാത്ത പാല് 1-2 സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമുക്ക് ഒരു ഫേസ് പാക്കായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ പൊടികൾ നമ്മളിതിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു യാത്രകളിലൊക്കെ പോകുമ്പോഴും ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം.
അപ്പം ഞാനിവിടെ ഫേസ് വാഷ് പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് ഫേസ് വാഷ് ചെയ്യണോ അന്നേരമൊക്കെ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നൈറ്റിൽ കിടക്കുന്നതിന് മുന്നേ നമുക്കിത് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് മാറാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇത് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഫേസ് വാഷ് പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതേപോലെ സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. ഇനി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ സാധാരണ 2 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. അപ്പം ഞാനിനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് റിസൾട്ട് തരുന്ന നല്ലൊരു ഫേസ് വാഷ് പൗഡറാണ്. പിന്നെ ഇത് മോർണിംഗിലും നൈറ്റിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് വാഷ് പൗഡറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.